ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. എന്താണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ് നോക്കാം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് dy/dx മാത്രമാണ് നമ്മൾ പഠിച്ചതല്ലേ. ഇനി ഇതിനെ ഹയർ ഫോമിലോട്ട് പഠിക്കാൻ പോവുക. അതായത് d²y/dx², അല്ലെങ്കിൽ ഇതിനെ പറയും f' അല്ലെങ്കിൽ f', ഇതിനെ പറയും f', ഇത് f', അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇതിനെ നമ്മൾ പറയും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി അടുത്ത d³y/dx³, ഇതിനെ നമ്മൾ പറയും f''x അല്ലെങ്കിൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് ഓർഡർ വരെ ചോദിച്ചിട്ടുണ്ട് എക്സാമിനൊക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒന്നുമില്ല, എളുപ്പമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഞാൻ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ y ആണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dy/dx കിട്ടും. ഇനി ഈ dy/dxനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d²y/dx² കിട്ടും. ഇനി d²y/dx² ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നമുക്ക് d³/dx³ കിട്ടും. ഇതിനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d⁻⁴y/dx⁴ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ കണക്ക് പോകുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമുക്കിവിടെ y തന്നിട്ടുണ്ടല്ലേ. y നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് 4x³ + 9x² - 12x + 22. ഇതാണ് നമ്മുടെ y. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? f'(x) കണ്ടുപിടിക്കണം. f'(x)ഉം കണ്ടുപിടിക്കണം, f''(x)ഉം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12x² ഉണ്ട്. 4 × 3 12, x 3 1 2 4x² + 9x² ഡെറിവേറ്റീവ് 9 × 2 18, 18x മൈനസ് ഇവിടെ 1 അല്ലേ, എക്സിൻ്റെ പവർ 1, 12x 12. ഓക്കെ, 22ൻ്റെ ഡെറിവേറ്റീവ് 0. അങ്ങനെ f'(x) കിട്ടി. ഇനി നമ്മൾ f''x. ഓക്കെ, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് വേണം ഇത് പഠിക്കാൻ വരാൻ. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. f''x എന്ന് പറയുമ്പം എന്ത് ചെയ്യും? 12 × 2 24x പ്ലസ് ഇവിടെ 18. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ആദ്യം നമുക്ക് f'(x) ആണ് f''x ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യമേ ഡെറിവേറ്റ് ചെയ്തപ്പോൾ f'(x) കിട്ടി. പിന്നെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്തപ്പം f''x കിട്ടി. ഓക്കെ, അത്രയുള്ള ആ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ y = 3x³ - 2x² + 6x. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? d⁻⁴ y/dx⁴. ഫോർത്ത് ഓർഡർ വരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? dy/dx കണ്ടുപിടിക്കണം. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d²y/dx² കിട്ടും. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d³y/dx³ കിട്ടും. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d⁻⁴y/dx² കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, ഫസ്റ്റ് ഓർഡർ എടുത്തു. അപ്പം 9x² - 4x + 6 എന്ന് കിട്ടി. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് d²y/dx² കിട്ടും. 18 എങ്ങനെ 9 × 2 18x - 4 എന്ന് കിട്ടി. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം 18 എന്ന് കിട്ടി. പിന്നെ അതിന് 18ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം 0 എന്നും കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ഡെറിവേറ്റീവ്സ് ഒക്കെ നല്ലതായിട്ട് പഠിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം കമൻറ്റ് ചെയ്തിട്ട് ശരിയാണോ, നിങ്ങൾ പഠിച്ചോ എന്താ എന്നൊക്കെ നമുക്കപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ y. അപ്പോൾ ആദ്യമേ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. ഇതിന് ഡെറിവേറ്റീവ് എടുത്തപ്പം dy/dx 3 × 5 15, x⁵ 1 4, x⁴, പിന്നെ 23 × 2 46, x⁻² - 1 1, അപ്പോൾ 46 പ്ലസ് 90xൻ്റെ ഡെറിവേറ്റീവ് 19. ഇനി d²y/dx² കണ്ടുപിടിക്കാൻ അതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പം 16x³ പ്ലസ് 46 എന്ന് കിട്ടി. d³y/dx³ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നും കൂടെ d²y/dx² ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പം 180x² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻസർ കമൻറ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.